Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ആവർത്തന ഗുണനം എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സ്റ്റുഡൻസ്, പേജ് നമ്പർ 50 ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോറി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു റിച്ച് മാന്റെയും പുവർ മാന്റെയും സ്റ്റോറിയാണ്. ഒരു റിച്ച് മാന്റെ അടുത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ച ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു പുവർ മാൻ വന്ന് എന്ത് ചോദിച്ചു? ഭിക്ഷ യാചിച്ചു. അപ്പോൾ റിച്ച് മാൻ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര പണമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് എല്ലാ ദിവസവും 1000 rupees വെച്ച് തരാം. അങ്ങനെ ആകുമ്പോൾ 30 days ആകുമ്പോൾ എത്രയാവും? ഒരു മാസത്തിൽ എത്ര രൂപ കിട്ടും നിനക്ക്? 30,000 rupees കിട്ടും. അത് വേണോ അതോ ആദ്യത്തെ ദിവസം 1 പൈസ തരാം, രണ്ടാമത്തെ ദിവസം അതിന്റെ ഇരട്ടി 2 പൈസ തരാം, മൂന്നാമത്തെ ദിവസം അതിന്റെ ഇരട്ടി 2ന്റെ ഇരട്ടി എത്രയാണ്? 4 പൈസ തരാം, അതിന്റെ അടുത്ത ദിവസം 4ന്റെ ഇരട്ടി 8 പൈസ തരാം, അതിന്റെ അടുത്ത ദിവസമോ 8ന്റെ ഇരട്ടി 16. അങ്ങനെ നിനക്ക് ഓരോ ദിവസവും ഇന്ന് തരുന്നതിന്റെ ഇരട്ടി അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞു. അതിന്റെ ഡബിള്. അപ്പൊ ഏതിനാണ് നീ എഗ്രി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ പാവപ്പെട്ട മനുഷ്യൻ എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവസാനമായപ്പോൾ 1000 രൂപ വെച്ചാണെങ്കിൽ 30 ദിവസം ആകുമ്പോൾ എത്ര രൂപയാണ് നമുക്കറിയാം? 30,000 രൂപ അല്ലെ? 30,000 rupees ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസവും ഇരട്ടി 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 വെച്ച് വന്നപ്പോൾ വലിയൊരു കോടി കണക്കിന് രൂപ അദ്ദേഹത്തിന് നഷ്ടമായി വന്നു. ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഒന്നിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയൊരു നമ്പറുകളിലേക്കാണ് പോകുന്നത് അല്ലെ? കണ്ടിന്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, അതായത് ആവർത്തന ഗുണനം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവർത്തന ഗുണനത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 50 തന്നെ മൾട്ടിപ്ലൈങ് എഗെയിൻ ആൻഡ് എഗെയിൻ, ഗുണിച്ച്. ഓക്കെ, ഒരു നമ്പര്, അതായത് അവിടെ കുറച്ച് ബോക്സസ് സെൽസ് തന്നിട്ടുണ്ട് അല്ലെ? അതില് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 4 ബോക്സ് ആണ്. പിന്നെ 4ന്റെ ഇരട്ടി എത്രയാണ്? 4 into 4 എത്രയാണ്? 16 തന്നു. നെക്സ്റ്റ് ഈ 16 കൂടാതെ വീണ്ടും 16ന്റെ ഡബിൾ അല്ലെ? 16 into 4 എത്രയാണ്? 64 തന്നു. അതായത് ഈ 4നെ തന്നെ വീണ്ടും 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 ഗുണിക്കുകയാണ്. 4 into 4 into 4 into 4. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? 4ന്റെ പവർ ആക്കി എഴുതാം. ഓക്കെ, 4ന് എത്ര പവർ ഉണ്ട് ഇവിടെ? 3 പവർ ഉണ്ട്. അപ്പൊ 4 raised to 3. ഇതിന് പറയുന്നത് പവർ എന്നോ അല്ലെങ്കിൽ എക്സ്പൊണന്റ് എന്നോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് പറയുന്ന പേരാണ് എക്സ്പൊണൻഷിയേഷൻ. ഓക്കെ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് പറയുന്ന പേര് എക്സ്പൊണൻഷിയേഷൻ. ഈ പവർ ആയിട്ട് വരുന്ന ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എത്ര എണ്ണം ഉണ്ടോ അത് എണ്ണി എഴുതുന്നതിന് പറയുന്ന പേരാണ് പവർ അല്ലെങ്കിൽ എക്സ്പൊണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4 into ഒരു പ്രാവശ്യം ഉള്ളെങ്കിലോ 4 raised to 1. 2 പ്രാവശ്യം ആകുമ്പോൾ 4 into 4 എന്താണ്? 4 raised to 2. ഒന്നുകിൽ raised to 2 എന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ 2 ആണ് വരുന്നതെങ്കിൽ സ്ക്വയർ എന്നാണ് പറയുന്നത്. 4ന്റെ സ്ക്വയർ. 3യുടെ ആണെങ്കിൽ 3 into 3. എങ്ങനെയാണ് എഴുതുന്നത്? 3 സ്ക്വയർ. 2 എന്നുള്ള നമ്പറാണ് വരുന്നത്. 2 പ്രാവശ്യമാണ് ഒരേ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 into 3 into 3. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 3 raised to 3. ഓക്കെ, 3യുടെ പവർ എത്രയാണ്? അപ്പൊ ഇവിടെ 3 ആണ്. അപ്പോൾ ഈ 3 raised to 3 എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നത് 3 ആണ് വരുന്നതെങ്കിൽ, പവർ ആയിട്ട് 3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്യൂബ് എന്നാണ് പറയുന്നത്, ക്യൂബിക്. ഓക്കെ, 3 raised to 3 എന്ന് പറയുന്നതിന് പകരം 3യുടെ ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് 8 into 8 എങ്ങനെയാണ് പറയേണ്ടത്? അപ്പം 8 സ്ക്വയർ. ഓക്കെ, 2 എണ്ണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 8 സ്ക്വയർ, ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ 8 raised to 1 എന്ന് നമ്മൾ എഴുതും. അത് സെയിം തന്നെയാണ്. എത്ര തന്നെയാണ്? 8 തന്നെയാണ്. 8 into 8 into 8 ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 8 സ്ക്വയർ. 8 into 8 into
8. 3 പ്രാവശ്യം വരികയാണെങ്കിൽ എങ്ങനെ പറയും? 8 ക്യൂബ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് പറയുന്ന പേര് എക്സ്പോണൻഷിയേഷൻ. ആ പവറിന് പറയുന്ന പേര്, ഇതിനൊന്നുകിൽ പവർ എന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയും? എക്സ്പോണന്റ് എന്നാണ് ഈ മുകളിൽ എഴുതുന്നത്, കൃതി എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എക്സ്പോണൻഷിയേഷൻ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പോണൻഷിയേഷൻ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3⁻6 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3 into 3 into 3 into 3 into 3. അപ്പൊ 6 3കള് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും 3⁻6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പോണൻഷിയേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതോ കണ്ടിന്യൂസ് അഡീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 3യെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഗ്രൂപ്പുകളാക്കുക. ഓക്കെ, ഒന്നുകിൽ 2 ഗ്രൂപ്പ് വെച്ചാക്കാം ഇവിടെ. അപ്പോൾ 3 ഗ്രൂപ്പുകൾ കിട്ടുമല്ലോ നമുക്ക്. 2 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ് ആക്കുമ്പോൾ 3 ഗ്രൂപ്പ് കിട്ടും. 3 into 3 എത്രയാണ്? 9 into 3 into 3 എത്രയാണ്? 9 into 9. 9 into 9 81. 81 into 9 729. ഓക്കെ, ഇത് 81 into 9. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നേരത്തെ നിങ്ങളെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞു തരാഞ്ഞത്. 1 into 9 9. 8 into 9 72. 729. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്ന 3 ഗ്രൂപ്പുകളാക്കിയാലോ? 3 into 3 into 3. ഓക്കെ, 3 into 3 into 3 എത്രയാണ്? 3 into 3 9. 9 into 3 27. 27 into 27. ഇവിടെയും 27 ആയിരിക്കും വരുന്നത്, ഇവിടെയും 27 ആയിരിക്കും വരുന്നത്. 27 into 27 എത്ര തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്? 729 ആയിരിക്കും. അതല്ലാതെ വീണ്ടും ആദ്യത്തെ രീതിയിൽ മൊത്തം മൾട്ടിപ്ലൈ ചെയ്താലോ അങ്ങനെ കിട്ടിയാലും നമുക്ക് കിട്ടുന്ന എത്ര തന്നെ ആയിരിക്കും? 729 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടെത്തുക. ഓക്കെ, പേജ് നമ്പർ 52 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2⁻9. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ 3⁻6 ചെയ്തു, അതുപോലെ തന്നെ 2⁻9 എന്ന് പറയുമ്പോൾ 9 പ്രാവശ്യം 2 എഴുതുക. 2 into 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 2. 9 പ്രാവശ്യം 2 എഴുതുക. ഓക്കെ, അതിനുശേഷം ഇതിനെ നമുക്ക് ഗ്രൂപ്പുകളാക്കാം. ആദ്യം ഒരു 4 എണ്ണമുള്ള ഗ്രൂപ്പും പിന്നെ ഒരു 5 എണ്ണമുള്ള ഗ്രൂപ്പും. 2 into 2 എത്രയാണ്? 4. 4 into 2 8. 8 into 2 16 into നമുക്കറിയാം 16 into 2 എത്രയാണ്? 32 ആണ്. ഇവിടെ 5 എണ്ണം അല്ലേ ഉള്ളത്, ഈ 4ന്റെ കൂടെ ഒരു 2 കൂടെ, അതായത് 16 ഒരു പ്രാവശ്യം കൊണ്ട് കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 32. 16 into 32 ചെയ്ത് നോക്കിയാൽ എത്രയാണ് ആൻസർ? 32 into 16. 6 2s are 12. 1 മാറ്റി എഴുതി. നെക്സ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 6 18. 1 into 2 2. 18 plus 2 20. 20 plus 1 21. 2 നീക്കി എഴുതുക. നെക്സ്റ്റ് 1 into 3 3. 3 plus 2 5. 512. അപ്പോൾ നമുക്ക് എത്രയാണ് 2⁻9 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്? 512 ആണ്. ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇതിന്റെ പവർ കണ്ടെത്താം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് തനിയെ ചെയ്ത് നോക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. 2⁻6. 2⁻6 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 into 2 into 2 into 2 into 2 into 2. 6 2s എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിനെ ഗ്രൂപ്പുകളാക്കിയാൽ എങ്ങനെ എടുക്കാം? ഇത് 3ഉം ഒരു ഗ്രൂപ്പ്, ഇത് 3ഉം ഒരു ഗ്രൂപ്പ്. 2 into 2 into 2 എത്രയാണ്? 2 into 2 4. 4 into 2 8. 8 into 8 എത്രയാണ്? 64. അപ്പോൾ 2⁻6 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 64 ആണ്. നെക്സ്റ്റ് 3⁻8. 3 into 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 3. ഓക്കെ, 8 പ്രാവശ്യം 3 എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ ആൻസർ എത്ര കിട്ടും? ഇതിനെ നമുക്ക് 4 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കാം. അതായത് ഈക്വൽ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഒരെണ്ണത്തിന്റെ ഇത് കണ്ടാൽ മതിയല്ലോ, അടുത്തതിന്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 × 3 എത്രയാണ്? 9. 9 × 3 27. 27 × 3 എത്രയാണ്? 81. 81 × 81. 81 × 81. 1 × 1 1. 8 × 1 8. ഇവിടെയും 8 തന്നെ. അപ്പോൾ 8 + 8 16. 1 മാറ്റി എഴുതുക. 8 × 8 64ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 65. ആൻസർ എത്ര കിട്ടും? 6561. ഓക്കെ, നെക്സ്റ്റ് 4 × 4⁴. 4 × 4 × 4 × 4. ഓക്കെ, ഇതിനെ രണ്ടെണ്ണം ആക്കാലോ. 4 × 4 എത്രയാണ്? 16. 16 × 16 എത്രയാണ്? 16നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 6 36. 6 എഴുതി 3 മാറ്റി എഴുതുക. ഇനി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 6 6. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു ചെയ്താലും 1 × 6 6 തന്നെ. 6 + 6 ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം അത് തമ്മിൽ ആഡ് ചെയ്യുക. 6 + 6 എത്രയാണ്? 12. 12 + 3 15. 15 എഴുതി 1 മാറ്റി എഴുതി. ഓക്കെ, 1 × 1 1. 1 + 1 2. 256. 256. Next 2⁹ 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. 9 പ്രാവശ്യം 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 5ഉം 4ഉമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 2 × 2 4. 4 × 2 എത്രയാണ്? 4 2s are 8. 8 2s are 16. 16 × 2 32. 32 × 16 എത്രയാണ്? 32 × 16. 32 × 16. 6 2s are 12. 1 മാറ്റി എഴുതി. 3 × 6 എത്രയാണ്? 3 6 are 18. 1 2 is 2. 18 + 2 20. 20 + 1 21. 2 മാറ്റി എഴുതി. 3 × 1 3. Then +2 5. 512. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ഇതിന്റെ എക്സ്പൊണൻഷ്യേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിക്കാതെ ചെയ്യുക. അതിന് ടേബിൾ നന്നായിട്ട് മറന്നു പോകാതെ പഠിച്ച് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് വാല്യൂസ് തമ്മിൽ മാറിപ്പോകാതിരിക്കുക. ഓക്കെ ഓക്കെ 10⁻6. 10⁻6 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 10⁻1. അതായത് 10⁻1 എന്ന് പറയുന്നത് 10 ആണ്. 10⁻2 അതായത് 10 × 10 എത്രയായിരിക്കും? 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 10⁻1. 10ന്റെ പവർ എത്രയാണോ അത്രയും 0 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 10⁻2 എന്ന് പറയുമ്പോൾ 2 0. അപ്പോൾ 10⁻6 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6 zeros ഉള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, 1 2 3 4 5 6. Ones 10s 100 1000 10,000 lakh 10 lakh. അപ്പോൾ 10⁻6 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്? 10 lakh ആണ്. ഓക്കെ, നെക്സ്റ്റ് 1⁻10. 1⁻1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1⁻2 എന്ന് പറയുന്നത് 1 × 1 എത്രയാണ്? 1 × 1 1 തന്നെയാണ്. ഇനി 1⁻, ഏത് നമ്പർ വന്നാലും ആൻസർ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ 1⁻10ന്റെ ആൻസർ എത്രയാണ്? 1 തന്നെ. ഓക്കെ, നെക്സ്റ്റ് 100⁻4. ഇവിടെ നമ്മൾ 10⁻6 പറഞ്ഞതുപോലെ തന്നെ 100⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന് 100ൽ എത്ര 0 ആണുള്ളത്? 2 0 ആണുള്ളത്. അപ്പോൾ ആ 2 കൊണ്ട് ഏതാണോ അതിന്റെ പവർ ആ പവറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത്രയും സീറോസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 100⁻4 എന്ന് പറയുമ്പോൾ 4 × 2 എത്രയാണ്? 8 ആണ്. അപ്പോൾ 1ന്റെ കൂടെ എത്ര 0യും കൂടെ ഇട്ട് കൊടുക്കണം? 8 zeros കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് 0⁻20. 0യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്ര തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും.
എന്ന് പറഞ്ഞ പോലെ 0യെ 20 പ്രാവശ്യം ഗുണിച്ചാലും വേറെ എന്തെങ്കിലും ആൻസർ കിട്ടുമോ നമുക്ക്? ഇല്ല. ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 10⁶ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? 1ന് കൂടെ എത്ര 0യും കൂടെ ചേർക്കുക? 6 zeros കൂടെ ചേർക്കുക. 1⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 1. അതായത് 1ന് എത്ര എക്സ്പൊണൻസ് വന്നാലും ശരി, എത്ര പവർ വന്നാലും ശരിയാണ്, എത്ര തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? 1 തന്നെയായിരിക്കും. 100⁴ എന്ന് പറയുമ്പോൾ ഏതാണോ അതിന്റെ പവർ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക 1ന്റെ കൂടെ. നെക്സ്റ്റ് 0⁻20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യെ എത്രയാണോ അതിന്റെ പവർ, എത്ര പവർ വന്നാലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ 20⁻4. ഇതിനെ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 10ന്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതിനെ 2 × 10 ആക്കിയാലോ? 2 × 10 4 പ്രാവശ്യം എഴുതുക. 2 × 10 × 2 × 10 × 2 × 10 × 2 × 10. ഇനി ഈ 2 എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക. ഓക്കെ. എത്ര 2 ഉണ്ട്? 4 2. 2 × 2 × 2 × 2. ഓക്കെ. ഇൻറ്റു 10 × 10 × 10 × 10. ഓക്കെ. 2 × 2 എത്രയാണ്? 4. 4 × 2 8. 8 × 2 16. ഇവിടെ 10 എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 16ന്റെ കൂടെ, അതായത് 10ന്റെ കൂടെ 1ന്റെ കൂടെ എത്ര 0യും കൂടി ഇട്ട് കൊടുക്കുക? 4 0യും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? 16നെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6ന്റെ കൂടെ ഈ 4 0യും കൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആൻസർ എത്രയാണ്? 1,60,000. ഓക്കെ. ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഈ 20⁻4 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 × 10 എന്നുള്ള രീതിയിൽ 4 പ്രാവശ്യം എഴുതി. അതിനുശേഷം ഇതിലെ 2 എല്ലാം കൂടെ ഒരുമിച്ചാക്കി 10 എല്ലാം കൂടെ ഒരുമിച്ചാക്കി 2 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം 10 മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അത് തമ്മിൽ ഒരുമിച്ച് എഴുതി. ഓക്കെ. ഓക്കെ. 100⁻3 ഇങ്ങനെ ചെയ്യാം നമുക്ക്. 100 × 100 × 100. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എത്ര 0 വരുന്നുണ്ട്? 2 4 6. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 100⁻3യെ 10ന്റെ പവർ ആക്കിയാൽ എങ്ങനെ വരും? എത്ര 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്? 1 2 3 4 5 6. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 10⁻6 ആണ് 100⁻3 എന്ന് പറയുന്നത്. 100⁻3 എന്തിന് ഈക്വൽ ആണ്? 10⁻6ന് ഈക്വൽ ആണ്. ഓക്കെ. അപ്പോൾ ഈ 10 എത്രയാണ് ഇത്? 1s 10s 100 1000 10,000 lakh 10 lakh. അപ്പൊ 10 lakhന് ഈക്വൽ ആയിട്ടുള്ള 10ന്റെ പവർ എന്ന് പറയുന്നത് ഏതാണ്? 10⁻6 ആണ്. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽസ് ടു 100⁻3. അതായത് 100ന്റെ ക്യൂബ്. അടുത്തത് പറഞ്ഞാൽ കമ്പ്യൂട്ട് ദ പവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. 30⁻4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 × 30 × 30 × 30. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ? 3 × 10 3 × 10 3 × 10 3 × 10. ഓക്കെ. അതിനുശേഷം വീണ്ടും 3 എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ 3 × 3 × 3 × 3. 4 പ്രാവശ്യം 3 എഴുതി കുടിക്കുക. പിന്നെ 4 പ്രാവശ്യം 10 എഴുതി കുടിക്കുക. 10 × 10 × 10 × 10. ഓക്കെ. 3 × 3 എത്രയാണ്? 9. 9 × 3 27. 27 × 3 81. × 4 പ്രാവശ്യം 10നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്താൽ മതി? 10 × 10 × 10 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1ഉം 4 0 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 8,10,000 എന്നുള്ളതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 1s 10s 100 1000 10,000 lakh. 8,10,000 എന്നുള്ളതായിരിക്കും 30⁻4 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 50⁻5. 50നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുക അല്ലേ? 50 × 50 × 50 × 50 × 50. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ വരും? 5 × 10 × 5 × 10 × 5 × 10 × 5 × 10
ഇൻറ്റു 5 ഇൻറ്റു 10. ഓക്കെ, 5 പ്രാവശ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 5 എല്ലാം കൂടെ ഒരുമിച്ചാക്കണം. 5നെ 5 പ്രാവശ്യം എഴുതുക. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. പിന്നെ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ, 10നെ ഇതുപോലെ തന്നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുക. ഓക്കെ, ഇനി ഈ 5നെ നമുക്ക് 3ഉം 2ഉം ആക്കിയാലോ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 എന്ന് പറയുന്നത് 125 ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു 10 raised to 5 എന്ന് പറയുന്നത് എത്രയാണ്? 1 എഴുതി 5 0 ഇട്ട് കൊടുത്താൽ പോരെ? ഓക്കെ, 125നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 125 ഇൻറ്റു 25. 5 ഇൻറ്റു 5 5. സോറി 25. 2 മാറ്റി എഴുതുക. 2 ഇൻറ്റു 5 എത്രയാണ്? 10. 10 പ്ലസ് 2 12. നെക്സ്റ്റ് 1 ഇൻറ്റു 5 5 പ്ലസ് 1 എത്രയാണ്? 6. 625. നെക്സ്റ്റ് 2 ഇൻറ്റു 5 10. 1 മാറ്റി എഴുതുക. 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. 1 ഇൻറ്റു 2 2. 5 2 6 പ്ലസ് 5 എത്രയാണ്? 11. 1 എഴുതി 1. 2 പ്ലസ് 1 3. 3125. കൂട്ടത്തില് ഈ 0യും കൂടെ ഇട്ട് കൊടുക്കണം. എത്ര 0? 5 0. 3 1 2 5 0 0 0 0 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1s 10s 100 1000 lakh 10 lakh crore 10 crore 100 crore പോകുന്ന ഒരു നമ്പറാണ് നമുക്ക് 50 raised to 5 എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 200ന്റെ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. 100ന്റെ ക്യൂബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 1ന്റെ കൂടെ 6 0യും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1 2 3 4 5 6. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1s 10s 100 1000 10,000 lakh 10 lakh. അപ്പൊ 80 lakhs ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. 200ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 80 lakhs ആണ്. ഇനി ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 200 ഇൻറ്റു 200 ഇൻറ്റു 200. പിന്നെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 100 2 ഇൻറ്റു 100 2 ഇൻറ്റു 100. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? 2 എല്ലാം കൂടെ ഒരുമിച്ചാക്കണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2. പിന്നെ 100 ഇൻറ്റു 100 ഇൻറ്റു 100. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു 100ല് ഈ 6 0യും കൂടെ ഒരുമിച്ച് വരുമ്പോൾ 1 0 0 0 0 0 0. ഓക്കെ, നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 8 0 0 0 0 0 0. ഓക്കെ, ഇങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പക്ഷെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് 200ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തൂടെ? 2ന്റെ ക്യൂബ് 8, പിന്നെ 100ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 6 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ.